ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും ഇന്ന് നമ്മുടെ റെന ഫാത്തിമ പുറത്തേക്ക് പോയി. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ പിണങ്ങിപ്പോയ ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം, റെന ഫാത്തിമ പുറത്ത് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ആദില പിന്നെ പുറത്ത് പോയിട്ടില്ല. ആദില അവിടെ സേവ്ഡ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ നൂറയും കൂടി ഓടിച്ചെന്ന് അവര് പിന്നെ ഗാർഡൻ ഏരിയയിലേക്ക് പോയി. അതിനുശേഷം അവിടെ അവര് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് പോവാത്ത ആ ഒരു സന്തോഷമൊക്കെ പുറപ്പെടുവിച്ചിട്ട് രണ്ടാളും കൂടി ഇങ്ങ് ഉള്ളിലേക്ക് വരുന്ന സമയത്തിന് അത് ലാലേട്ടന് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളോട് ആരാ പറഞ്ഞത് പുറത്തേക്ക് പോവാൻ, നിങ്ങൾക്ക് മാത്രം എന്താ ഇവിടെ പ്രത്യേകത എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഇനി ബിഗ് ബോസ് നോക്കിക്കോളും, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പുറത്തേക്ക് അദ്ദേഹം ഷോയിൽ നിന്ന് പോയത്. അപ്പോൾ ആ ഒരു സംഭവം അദ്ദേഹം പോയ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഷോ തീർന്നതിന് ശേഷം നടന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ നമ്മുടെ ആദിലയും കൂടി പറയുകയാണ്. അതായത് അവർ ചർച്ച ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അവരെല്ലാവരും പേടിച്ചിരുന്നു. അതായത് ആ നെവിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു നെവിനും ഷാനവാസും തമ്മിലുള്ള സംഭവം അവിടെ എടുത്തിട്ട് വലിയ വിഷയമാവുമെന്നും നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും കുളമാക്കി കിട്ടുമെന്നൊക്കെയാണ് അവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത് ലാലേട്ടൻ വളരെ മനോഹരമായിട്ട് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു എന്നാണ് നമ്മുടെ ആദിലയും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസും തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നെവിൻ കാണിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ നെവിൻ്റെ ഭാഗത്ത് ന്യായീകരിക്കും. അതുപോലെ തന്നെ അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ രണ്ടാളും അവരവരുടെ ഭാഗം ന്യായീകരിക്കില്ലേ. അപ്പോൾ കൂടുതൽ ആളുകൾ അറിയുമ്പോൾ അത് വളരെ മോശമായേനെ. പക്ഷേ അങ്ങനെയൊന്നും ആവാതെ ഇവിടെ തന്നെ അത് ഒതുക്കി തീർത്തു എന്നാണ് ഷാനവാസ് പറയുന്നത്. അതുപോലെ തന്നെ ആദിലയും പറയുന്നത് അത് തന്നെയാണ്. ശരിക്കും ഇവരുടെ വിചാരം ഇതൊന്നും ആരും പുറത്തറിഞ്ഞിട്ടില്ല എന്നായിരിക്കാം. എന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ഫാമിലിക്കൊക്കെ ഇതൊരു മോശം കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് പുറത്തു പറയാതെ ലാലേട്ടൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്ന് ലാലേട്ടന്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് കാണിച്ചത്. ശരിക്കും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിരുന്നു. ശരിക്കും മടുത്തുപോയി ഇന്നത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ഷോ കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരം, ഷാനവാസും ആദിലയും തമ്മിലുള്ള സംസാരമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഷാനവാസും നൂറയും തമ്മിലും ഇതേ വിഷയം തന്നെ സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നതും കറക്റ്റ് ഇതേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇത് പുറത്താരും അറിയാതെ തന്നെ ലാലേട്ടൻ വേണ്ട രീതിയിൽ ഒതുക്കി തീർത്തു. ശരിക്കും ഭയന്നാണ് ഇരുന്നത്. ലാലേട്ടൻ ഇവിടെ വന്ന് ഫയർ ആവുമെന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. എന്തായാലും അതൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആദ്യം ആദിലയും ഷാനവാസും സംസാരിക്കുന്നു. പിന്നീട് ഷാനവാസും പിന്നെ നൂറയും തമ്മിൽ സംസാരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഭയങ്കര തമാശ എന്ന് പറഞ്ഞാൽ, ഇവരിതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു. പലരും പല ഭാഗത്തായിട്ട് പോയി അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു. പക്ഷെ ഇതിലൊന്നും പെടാതെ വേറൊരാൾ മാറിയിരുന്ന് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു, ചപ്പാത്തിയും കറിയും ഇന്നേ വരെ ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുപോലെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ നെവിനാണ്. എന്തൊരു മനുഷ്യനാണ് എന്തോ. അതാണ് ഇന്ന് പിന്നീട് കാണിച്ച സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.